നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. ഇല്ലം നിറ, വല്ലം നിറ, പെട്ടി നിറ, പത്തായം നിറ, മണ്ണെറിഞ്ഞ് കൃഷിയിറക്കിയ കർഷകർക്ക് ആദരം. ചിങ്ങ 1 കർഷക ദിനാചരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. അർബുദത്തിന്റെ അദൃശ്യകരങ്ങളിൽ അമർന്ന് കാവാലം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ഊട്ടുവള്ളിച്ചിറ ലക്ഷം വീട് കോളനിയിൽ ക്യാൻസർ രോഗികൾ പെരുകുന്നു. മലിനജലമാണ് കാരണമെന്ന് നാട്ടുകാർ. നീഡ്സ് ആർ അൺലിമിറ്റഡ് ബട്ട് ദ റിസോഴ്സസ് ആർ സ്കേഴ്സ്. ആവശ്യങ്ങൾ അനന്തവും അതിനുള്ള വിഭവശേഷി പണമില്ലാത്തതുമാണ്. ആലപ്പുഴയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ പരിമിതിയെന്ന് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി. വാർത്തകൾ വിശദമായി. ചിങ്ങം 1 കേരളീയർ കർഷക ദിനമായി ആചരിച്ചു. കർഷകർക്ക് സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും നൽകുന്നതിന്റെ ഭാഗമായാണ് കേരള സർക്കാർ ചിങ്ങ 1 കർഷക ദിനമായി ആചരിച്ചു വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ 73 ഗ്രാമപഞ്ചായത്തുകളിലും കാർഷിക ദിനാചരണങ്ങൾ നടന്നു. മുട്ടാർ, രാമങ്കരി, വെളിയനാട്, എടത്വ, ചമ്പക്കുളം, നെടുമുടി തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലും ചിങ്ങം 1 കർഷക ദിനമായി ആഘോഷിച്ചു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭ ഹരിയും, രാമങ്കരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സ്കറിയയും ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ കൃഷിഭവന്റെയും നഗരസഭയുടെയും പാടശേഖര സമിതികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ചങ്ങനാശ്ശേരി നഗരസഭ അധ്യക്ഷ സ്മിത ജയകുമാറും ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി നഗരസഭാ ഉപാധ്യക്ഷൻ മാത്യു സ്റ്റോർജ് അധ്യക്ഷനായി. കൃഷി ഫീൽഡ് ഓഫീസർ ജ്ഞാനകുമാരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ PK സുശീലൻ, ലീലാമ്മ ദേവസ്യ, മുഹമ്മദ് ഷെരീഫ്, രാജു ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിലെ കർഷകരെ ആദരിച്ചു. രാമങ്കരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാചരണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്രീവൻ അധ്യക്ഷനായി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സജി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. രാമങ്കരി കൃഷി ഓഫീസർ AH നിസാം, സലിംകുമാർ, PG അശോകൻ, TK അരവിന്ദാക്ഷൻ, പ്രമോദ് ചന്ദ്രൻ, ജോസഫ് ചേക്കോടൻ, ഗിരിജ സോമൻ, P പ്രസന്നൻ, സുശീല ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കർഷകരെ ആദരിച്ചു. ഒരു കരക്കാരെ മുഴുവൻ ഭീതിയിലാഴ്ത്തി അർബുദ രോഗം പടർന്നു പിടിക്കുന്നു. കാവാലം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് ഊട്ടുവള്ളിച്ചിറ ലക്ഷം വീട് കോളനിയിലാണ് ക്യാൻസർ രോഗം പടർന്നു പിടിക്കുന്നത്. കാവാലം കരയിൽ ക്യാൻസർ രോഗം പടർന്നു പിടിക്കുന്നു. ഊട്ടുപള്ളിച്ചിറ ലക്ഷം വീട് കോളനിയിൽ മാത്രം 4-ലധികം പേർക്കാണ് അർബുദ രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത്. സമീപകാലത്ത് 3 പേർ മരണപ്പെട്ടതും രോഗത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. ശുദ്ധജലത്തിന്റെ അഭാവമാണ് 14ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ലക്ഷം വീട് കോളനിയെ ക്യാൻസർ രോഗം വിഴുങ്ങുവാൻ കാരണം. ഈ തോട് ഇങ്ങനെ കിടക്കുന്ന ഇതിനു മുമ്പ് 3 പേര് ഈ മരിച്ചിട്ടുണ്ട്. ഈ അസുഖം ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ഇപ്പം 3-4 പേര് ഈ അസുഖമായിട്ട് ട്രീറ്റ്മെന്റുമായിട്ട് നടക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തോട് നികത്തി തരാനുള്ള എന്തെങ്കിലും നടപടി അധികാരികളിൽ നിന്നുണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ഹെൽത്തുകാരോടും പഞ്ചായത്തിലും ഒക്കെ പറഞ്ഞപ്പോൾ അവർ പറയും നിങ്ങൾ കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുക്കുക എന്നാണ് ഹെൽത്തിൽ നിന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. കുടിവെള്ളം ഞങ്ങൾ വിലയ്ക്ക് മേടിക്കുകയാണ്. ഞങ്ങൾക്ക് അതിനുള്ള ഒരു സൗകര്യം ഇല്ല. ഞങ്ങൾ വിലയ്ക്ക് മേടിക്കുകയാണ് കുടിവെള്ളം. 15 വർഷത്തോളമായി ഇവിടെ റോഡ് പണിതോടെ കലുങ്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. അതോടെ ഈ തോട് ഇങ്ങനെ നശിക്കാൻ കാരണം അതാണ്. വർഷങ്ങളായി ഒഴുക്കില്ലാതെ കിടക്കുന്ന തോട് പ്രദേശത്തെ ദുരിതത്തെ ഇരട്ടിയാക്കുന്നു. ലക്ഷം വീട് കോളനിയിൽ സമീപകാലത്ത് 3 പേർ അർബുദ രോഗബാധിതരായി മരണപ്പെടുകയും ചെയ്തു. കോളനിയിലേക്ക് ഒരു നടവഴി പോലും നിർമ്മിക്കുവാൻ ഇതുവരെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. സമീപത്തെ മലിനമായി കിടക്കുന്ന തോട് നികത്തുകയോ ശുചിയാക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. തോട്ടിലെ വെള്ളം ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ്. മഴ തുടങ്ങിയാൽ തോട്ടിലെ മലിനജലം സമീപത്തെ വീടുകളിലും മുറ്റത്ത് നിറയുന്ന അവസ്ഥയാണ്. തോട് വ്യാപകമായി കയ്യേറുന്നതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കോളനിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല. MLA ഫണ്ടും ഗുണഭോക്തൃ ഫണ്ടും ഉപയോഗിച്ച് കോളനിയിൽ നിർമ്മിച്ച ടാങ്കിലേക്ക് സമീപത്തെ ജലാശയത്തിൽ നിന്നുമാണ് വെള്ളം ശേഖരിക്കുന്നത്. ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കോളനിയിലെ 14ഓളം കുടുംബങ്ങൾ കുടിക്കുവാനും കുളിക്കുവാനും ഉൾപ്പെടെ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ രോഗം പിടിപെടുവാനുള്ള മറ്റൊരു കാരണമായി മാറിയിരിക്കുകയാണ്. രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പോലും വാർഡ് മെമ്പർ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അർബുദ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ DMOയ്ക്കും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് കോളനി നിവാസികൾ. ഇവിടെ ഈ കണ്ടേക്കുന്ന തോട്
വളരെ മോശമായെന്ന് പറഞ്ഞാൽ വളരെ വൃത്തികേട്, മൊത്തം വേസ്റ്റുകളും തഴുകി എല്ലാം മാപ്പടെ വളരെ മോശമായി കിടക്കുന്നു. തൊട്ടടുത്തൊരു ടവർ ലൈൻ ഉണ്ട്. ആ ടവർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ടവറിൽ 3 കണക്ഷനുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ കണക്ഷൻ അതൊക്കെ നമ്മൾ എടുത്ത് പറയുന്നില്ല, 3 കണക്ഷനുകളാണ് വന്നേക്കുന്നത്. ഇപ്പം ഇതും ഈ പ്രദേശം ഇങ്ങനെ മലിനമായിട്ട് കിടക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഈ രോഗം ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗത്തിന്റെ കാഠിന്യം വളരെ രൂക്ഷമായ രോഗമാണ്. അപ്പോൾ അധികാരികൾ ഇതിനകത്ത് നല്ല ശ്രദ്ധ കൊടുക്കണം. ഇവിടുത്തെ വാർഡ് മെമ്പർ ഇതുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താത്ത ഒരാളാണ്. ഇത്രയും ഈ മോശമായി കിടക്കുന്ന തൊട്ട് ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തേക്കൊന്ന് വന്ന് വരുവാനോ തിരിഞ്ഞു നോക്കുവാനോ അല്ലെങ്കിൽ ഇവരുടെ രോഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണുവാനോ ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇതിനകത്ത് ഇനിയും അധികാരികൾ ഇടപെടുന്നില്ലെങ്കിൽ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് നമ്മൾ പോകും. എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഉടനെ തന്നെ ആ DMOയ്ക്കും കളക്ടർക്കും മറ്റ് അതുപോലുള്ള അധികാരികൾക്ക് പരാതി കൊടുത്ത് ഇതിനൊരു ശാശ്വത പരിഹാരം, ഒന്നെങ്കിൽ നല്ലൊരു ഓട, ഈ വെള്ളം ഇവിടുന്ന് ഒഴുകി പുറത്തെ ആറ്റിലേക്ക് പോകാനുള്ളൊരു ഓട, അല്ലെങ്കിൽ ഈ മാലിന്യമായി കിടക്കുന്ന ഈ തോട് അടിച്ച് നികത്തി ഈ മാലിന്യ കൂമ്പാരം ഇവിടെ നീക്കം ചെയ്യുക. ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുവാനായിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. കുട്ടനാട്ടിൽ വെള്ളം